കേരളത്തിൽ പൊതുജനാരോഗ്യ മേഖല വീണ്ടും ഒരു പകർച്ചവ്യാധി ഭീതിയുടെ നിഴലിലാണ്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാർ മേഖലകളിൽ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും കുട്ടികളുടെ മരണത്തിന് വരെ കാരണമാകുന്നതുമായ ഷിഗല്ല അണുബാധയാണ് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിനെ അതീവ ജാഗ്രതയിലാക്കിയിരിക്കുന്നത്. കാലവർഷത്തിന്റെ വരവോടുകൂടിയും അല്ലാതെയും പെയ്തിറങ്ങുന്ന പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ സാധാരണ കണ്ടുവരുന്ന ഒരു വയറിളക്ക രോഗമെന്ന് കരുതി നമ്മൾ തള്ളിക്കളയുന്ന പലതും ഒടുവിൽ മാരകമായ അവസ്ഥയിലേക്ക് വഴിമാറുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഷിഗല്ല നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ചെറിയ അശ്രദ്ധകൾ വലിയ ദുരന്തങ്ങളിലേക്ക് വഴിമാറുന്നത് തടയാൻ എന്താണ് യഥാർത്ഥത്തിൽ ഷിഗല്ല എന്നും ഇതെങ്ങനെയാണ് പടരുന്നതെന്നും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഭയപ്പെടുകയല്ല, മറിച്ച് ശാസ്ത്രീയമായ അറിവിലൂടെ ജാഗ്രത പുലർത്തുകയാണ് ഈ ഘട്ടത്തിൽ നാം ചെയ്യേണ്ടത്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ഷിഗല്ല? ഷിഗല്ല ഇനത്തിൽപ്പെട്ട അതിസൂക്ഷ്മ ബാക്ടീരിയകൾ മനുഷ്യന്റെ കുടലുകളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണമാണ് ഷിഗല്ലോസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന പല ബാക്ടീരിയകളെയും പ്രതിരോധിക്കാൻ ആമാശയത്തിലെ ആസിഡുകൾക്കും അതുപോലെ രോഗപ്രതിരോധ സംവിധാനത്തിനും സാധിക്കാറുണ്ട്. എന്നാൽ ഷിഗല്ല ബാക്ടീരിയയുടെ പ്രത്യേകത അവയ്ക്ക് വളരെ കുറഞ്ഞ എണ്ണത്തിൽ പോലും ശരീരത്തിൽ പ്രവേശിച്ച് ശക്തമായ രോഗബാധയുണ്ടാക്കാൻ സാധിക്കുമെന്നതാണ്. കേവലം 100-ൽ താഴെ ബാക്ടീരിയകൾ മാത്രം ശരീരത്തിലെത്തിയാൽ പോലും ഒരു വ്യക്തിയെ പൂർണ്ണമായും കിടപ്പിലാക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഈ ഉയർന്ന അണുബാധ ശേഷിയാണ് ഷിഗല്ലയെ മറ്റ് സാധാരണ വയറിളക്ക ബാക്ടീരിയകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും കൂടുതൽ അപകടകാരിയാക്കുന്നതും. പ്രധാനമായും മലിനമായ ജലത്തിലൂടെയും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തിലൂടെയുമാണ് ഈ വില്ലൻ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. രോഗകാരിയായ ഈ ബാക്ടീരിയ കുടലിലെത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള കോശങ്ങളെ നശിപ്പിക്കുകയും കോശജ്വലനം അഥവാ വീക്കമുണ്ടാവുകയും ചെയ്യുന്നു. ഇത് കുടലിന്റെ ആഗിരണശേഷിയെ പൂർണ്ണമായും തകിടം മറിക്കുന്നു. ഇതിന്റെ ഫലമായി ശരീരത്തിന് ആവശ്യമായ വെള്ളവും ലവണങ്ങളും വലിച്ചെടുക്കാൻ കഴിയാതെ വരികയും അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യും. ശരീരത്തിൽ ബാക്ടീരിയ പ്രവേശിച്ചു കഴിഞ്ഞ് 1-2 ദിവസത്തിനകം തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും. തുടക്കത്തിൽ സാധാരണ വയറിളക്കമായി തോന്നാമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇത് കഠിനമായ അവസ്ഥയിലേക്ക് മാറും. വിറയലോടുകൂടിയ കടുത്ത പനി, കഠിനമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദി, കടുത്ത ശാരീരിക ക്ഷീണം എന്നിവയാണ് ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. കുടലിന്റെ ആന്തരിക ഭിത്തികളെ ഈ ബാക്ടീരിയകൾ നശിപ്പിക്കുന്നത് കൊണ്ട് മലത്തോടൊപ്പം രക്തവും കഫവും കലർന്നു പോകുന്നത് ഷിഗല്ലയുടെ പ്രധാന ലക്ഷണമാണ്. ഇതിനെ സാധാരണ ഭാഷയിൽ രക്താതിസാരം എന്നും വിളിക്കുന്നുണ്ട്. രോഗത്തിന്റെ തുടക്കത്തിൽ കൃത്യമായ വൈദ്യസഹായം ലഭിക്കാതിരുന്നാൽ ഇത് ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും പൂർണ്ണമായി നഷ്ടപ്പെടുത്തുന്ന കടുത്ത നിർജ്ജലീകരണത്തിലേക്ക് നയിക്കും. മുതിർന്നവരെ അപേക്ഷിച്ച് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലും പ്രായമായവരിലും പ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമാണ് രോഗം പെട്ടെന്ന് മാരകമാകുന്നത്. കുട്ടികളിൽ ഇത് തലച്ചോറിനെ ബാധിച്ച് അപസ്മാര ലക്ഷണങ്ങൾ ഉണ്ടാക്കാനും വൃക്കകളുടെ പ്രവർത്തനത്തെ പൂർണ്ണമായി തകിടം മറിക്കുന്ന ഹീമോലിറ്റിക് യൂറിമിക് സിൻഡ്രോം എന്ന അവസ്ഥയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ കുട്ടികളിലെ ചെറിയ വയറിളക്കത്തെ പോലും ഈ സാഹചര്യത്തിൽ നിസ്സാരമായി കാണരുത്. ഷിഗല്ല ബാക്ടീരിയകൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് പ്രധാനമായും മലം, വായ സമ്പർക്കത്തിലൂടെയാണ്. രോഗബാധിതരായ ഒരാളുടെ വിസർജ്യവുമായി നേരിട്ടോ അല്ലാതെയോ സമ്പർക്കമുണ്ടാകുന്നതാണ് ഇതിന് കാരണം. ടോയ്ലറ്റിൽ പോയ ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകാത്ത വ്യക്തികൾ ആഹാരം പാകം ചെയ്യുകയോ ആഹാര സാധനങ്ങൾ കൈകാര്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ ബാക്ടീരിയകൾ മറ്റുള്ളവരിലേക്ക് എളുപ്പത്തിൽ പടരുന്നു. മലിനമായ കിണർ വെള്ളം, കൃത്യമായി ശുദ്ധീകരിക്കാത്ത പൈപ്പ് വെള്ളം എന്നിവ തിളപ്പിക്കാതെ കുടിക്കുന്നത് വഴി വലിയൊരു ജനവിഭാഗത്തിലേക്ക് ഒരേ സമയം രോഗം വ്യാപിക്കാം. ഹോട്ടലുകളിലും തട്ടുകടകളിലും മറ്റും തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ വേവിക്കാതെ തയ്യാറാക്കുന്ന സാലഡുകൾ എന്നിവയും വലിയ ഭീഷണിയാണ്. അടുത്ത കാലത്തായി കുട്ടികൾക്കിടയിൽ ജനപ്രിയമായ എന്നാൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പച്ചമുട്ട ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മയണൈസ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഷിഗല്ല ബാക്ടീരിയകളുടെ പ്രധാന വളരെയിടമായി മാറാറുണ്ട്. ഈച്ചകൾ മലിന വസ്തുക്കളിൽ ഇരുന്ന ശേഷം ഭക്ഷണ സാധനങ്ങളിൽ വന്നിരിക്കുന്നതും രോഗവ്യാപനത്തിന് ഒരു പ്രധാന കാരണമാണ്. ഷിഗല്ല പോലെയുള്ള മാരക ബാക്ടീരിയകൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം എന്നത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക എന്നത് മാത്രമാണ്. കുടിക്കുന്നതിനും ആഹാരം പാകം ചെയ്യുന്നതിനും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നത് നിർബന്ധമാക്കണം. പുറത്തുനിന്നുള്ള തണുത്ത പാനീയങ്ങളും ഐസ് ചേർത്ത വെള്ളവും പൂർണ്ണമായും ഒഴിവാക്കുക. പലപ്പോഴും ഐസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കഴിയില്ല എന്നതിനാലാണ് ഇത്. ആഹാരം കഴിക്കുന്നതിന് മുൻപും മലവിസർജനത്തിന് ശേഷവും കുട്ടികളുടെ ഡയപ്പറുകൾ മാറ്റിയ ശേഷവും കൈകൾ സോപ്പോ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും നന്നായി തിരുമ്മി കഴുകാൻ ശീലിക്കണം. പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒഴുക്കുള്ള വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്താൽ ഒരു പരിധിവരെ ബാക്ടീരിയകളെ അകറ്റി നിർത്താം. പഴകിയതോ തുറന്നു വെച്ചതോ ആയ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം.
നമ്മുടെ ജലസ്രോതസ്സുകളായ കിണറുകളും ടാങ്കുകളും ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുന്നത് വഴി ജലത്തിലൂടെയുള്ള രോഗവ്യാപനം പൂർണ്ണമായി തടയാൻ സാധിക്കും. പലപ്പോഴും രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ സ്വയം ചികിത്സയ്ക്ക് മുതിരുന്ന പ്രവണത മലയാളി സമൂഹത്തിൽ കൂടുതലാണ്. മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ചോദിച്ചു വാങ്ങുന്ന ആന്റിബയോട്ടിക്കുകൾ തന്നിഷ്ടപ്രകാരം കഴിക്കുന്നത് ബാക്ടീരിയകൾക്ക് പ്രതിരോധശേഷി കൂടാൻ മാത്രമേ സഹായിക്കൂ. ഇത് ഭാവിയിൽ മരുന്നുകളോട് പ്രതികരിക്കാത്ത സൂപ്പർ ബഗ്ഗുകളുടെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്യും. അശാസ്ത്രീയമായ മരുന്നുപയോഗം രോഗാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുകയേ ഉള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. വയറിളക്കം കഠിനമായാൽ സ്വയം ചികിത്സ പൂർണ്ണമായും ഒഴിവാക്കി ഉടനടി അടുത്തുള്ള ആശുപത്രികളിലോ ഡോക്ടർമാരുടെ അടുത്തോ എത്തിച്ച് ശാസ്ത്രീയമായ ചികിത്സ ഉറപ്പാക്കണം. രോഗിക്ക് ആവശ്യത്തിന് ORS ലായനിയും തിളപ്പിച്ചാറ്റിയ വെള്ളവും നൽകി ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയൊരു അശ്രദ്ധ പോലും ഒരു കുടുംബത്തിന്റെ പ്രകാശത്തെ കെടുത്താൻ കാരണമായേക്കാം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിനായി അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്തണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുമായി സർക്കാർ അടിയന്തര ഇടപെടലുകൾ നടത്തിവരികയാണ്. ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണവും പിന്തുണയും നൽകേണ്ടത് അത്യാവശ്യമാണ്. ആശുപത്രികളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പ്രതിരോധ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ ജാഗ്രതയും കൂട്ടായ പരിശ്രമവും വഴി രോഗവ്യാപനം ഫലപ്രദമായി തടയാനാകും. ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടും നമ്മുടെ വീടും പരിസരവും നന്നായി സൂക്ഷിച്ചുകൊണ്ടും ഈ അദൃശ്യ ശത്രുവിനെതിരെ നമുക്കൊന്നിച്ച് പോരാടാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.